നാസർ, ഞാനൊരു മഹാ അത്ഭുതത്തെ കണ്ടു. നോമ്പ് തുറന്നിട്ട് എന്തൊക്കെ കുടിച്ചെന്ന് നോക്കാം. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആദ്യം ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ ജ്യൂസ് കുടിച്ചു, അതിന്റെ കൂടെ കോള കുടിച്ചു, കോളയുടെ കൂടെ പാല് കുടിച്ചു. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ല. അതിന്റെ പുറകെ മുന്തിരി ജ്യൂസ് കുടിച്ചു. മുന്തിരി ജ്യൂസ് ചൂടായതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഊതി ഊതി കുടിച്ചു. ഗ്ലാസ് ഒഴിച്ചിട്ട് ഡാൽഗണ കോഫി സാധാ കോഫിയായിട്ട് ആറിപ്പോയത് കുടിച്ചു. ഭയങ്കര തണുപ്പെണ്ണ, വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നെയാണ്. എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇത് വേണ്ട. പിന്നെ അപ്പി ഫീസ് ഒരു വായിക്കുള്ളതേ ഉള്ളൂ, എന്നാലും അതും വാങ്ങിച്ചു കുടിച്ചു. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. പിന്നെ 1 മണിക്കൂറിന് ശേഷം സോഡ സർബത്ത് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സോഡ എടുത്ത് കുടിച്ചു. എങ്ങനെ? നാരങ്ങ ഇല്ലായിരുന്നു, പിന്നെ നാരങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു സോഡ വാങ്ങിച്ചു വെച്ചു. ഇതൊക്കെ ആക്രാന്തം കൊണ്ട് ചെയ്യുന്നതാണോ അതോ? പിന്നെ ഇത് ചായയല്ല, ഞാൻ ബൂസ്റ്റ് ഇട്ടുണ്ടാക്കിയ ഷാർജ ഷേക്കാണ്, അത് കുടിച്ചു. ഉമ്മാക്കൊക്കെ ബൂസ്റ്റ് ഇല്ലാത്തയായിരുന്നു ഉണ്ടാക്കിയത്, അത് അവർക്ക് ഇഷ്ടപ്പെടാനോണ്ട് പിന്നെ അതുകൂടെ ഞാൻ കുടിച്ചു. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടേ. അത് ഒതുക്കിയിട്ട് മുഹമ്മദ് ഖാ സർബത്തും മൂസമ്പി ജ്യൂസും കുടിച്ചു. ടൈപ്പായിരുന്നു, ഉടായ്പിൽ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. സാധനം കുറച്ചേ ചേർത്തോളൂ, എന്തായാലും അതും കുടിച്ചു. അയ്യോ, അത് തീർന്നില്ലേ? പിന്നെ ഒരു പൊടിക്കും കൂടെ ജാറിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ 1/2 ഗ്ലാസ് ഒഴിച്ചു കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഒന്നും വേണ്ടായിരുന്നു. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ്. ഒരു 9:15 ആയപ്പോഴത്തേക്ക് ഒരു ബൗളിൽ പിന്നെ തണ്ണിമത്തങ്ങ എടുത്ത് കുടിച്ചായിരുന്നു. ഒരു പ്രത്യേക ജീവിതല്ലേ. പിന്നെ ക്ഷീണത്തിന് കരിക്കും ജ്യൂസ് നല്ല ആയതുകൊണ്ട് വൈകിട്ട് വാങ്ങിച്ചു വെപ്പിച്ചിരുന്ന കരിക്കും കൂടെ ജ്യൂസ് അടിച്ചു കുടിച്ചു. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കൊന്നും വേണ്ടായിരുന്നു. തേങ്ങാപ്പൂള് 2-3 എണ്ണം ഇരുന്നതും കൂടെ തിന്നിട്ട് നിർത്തി. ഉപ്പിട്ടൊരു സർബത്തും 2 ഇളം പോകുമ്പോഴോ കിട്ടും. 10 മണിയായപ്പോഴത്തേക്ക് നോയമ്പായതുകൊണ്ട് ജ്യൂസും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്ന് വായിക്കൊരു രസം ഇല്ലാത്തതുകൊണ്ട് KFC ബക്കറ്റ് ഓർഡർ ആക്കാന്ന് വിചാരിച്ചു. എന്ത് പറ്റിയടാ? ഒരു ഡങ്കടക്ക മൊമെന്റ് ആയിരുന്നു. ആദ്യം പാക്കറ്റ് പൊട്ടിച്ചിട്ട് പച്ച കളറിൽ അബൂബന്റെ പാക്കറ്റ് എടുത്ത് കളഞ്ഞില്ല. അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. എന്നിട്ട് ബ്രോസ്റ്റഡ് എടുത്തു. ബ്രോസ്റ്റഡ് വീട്ടിൽ വാപ്പയമ്മയൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു ബക്കറ്റേ ഞാൻ ഓർഡർ ആക്കിയുള്ളൂ. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. പിന്നെ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി. അതുകൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നൊന്നും വേണ്ടായിരുന്നു. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? പക്ഷെ അരിപ്പത്തിരിയും ബീഫ് കറിയും കഞ്ഞിയും ഒക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തീരുമാനമായി. 11:30 ആയപ്പോഴത്തേക്ക് എനിക്കുള്ള അതിനി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഞ്ഞിയും കുടിച്ച് ബക്കറ്റിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞൻ പീസും കൂടെ ഉണ്ടായിരുന്നു. ശേഷം അതുകൂടെ കഴിച്ചിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചു. വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. ഇടയത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൊതുവെ കഴിക്കല് മടിയാണ്. ഇടയത്താഴത്തിന് എഴുന്നേറ്റിട്ട് രാത്രി ഉണ്ടാക്കി വെച്ച 1 ഗ്ലാസ് സോഡ സർബത്ത് കുടിച്ചു. അതിനുശേഷം 1 പ്ലേറ്റ് മാങ്ങ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. കാനറ ബാങ്കിൽ നിന്ന് പോന്നേപ്പം എനിക്ക് ഒട്ടും വിശപ്പില്ല. പിന്നെ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച മുന്തിരിങ്ങ ജ്യൂസ്, അത് കുടിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം കഴിച്ചു. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അപ്പോഴേക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തായി വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ചോറും ബീട്രൂട്ട് തോരനും ചിക്കൻ ഫ്രൈയും സാലഡും ഇത്തിരി മീൻകറിയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു. കഴിക്കാനായിട്ട് അപ്പം മോട്ടോർ റോസ്റ്റും കൂടി വേണ്ട. ഞാൻ പല്ലിയതില്ല, പുട്ടും കറിലേ മതി. 2 പപ്പടം വെച്ചേക്ക്, ഒരു ഭംഗി ഇരിക്കട്ടെ. എന്നാ 2 മുട്ടയും വെച്ചേരി, ഭംഗി. എല്ലാത്തിൽ നിന്നും ഇത്തിരി എടുത്തോളൂ. ഇടയത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൊതുവെ കഴിക്കല് മടിയാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ചോറെല്ലാം കഴിച്ചതിന് ശേഷം 2 ഗോതമ്പ് ദോശ എടുത്തിട്ടു. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ, ഇച്ചിരി ചോറും കൂടി. പിന്നെ അറിഞ്ഞത് അത് ഗോതമ്പ് ദോശയല്ല പാൻ കേക്ക് ആണെന്ന്. അതുകൊണ്ട് കറികളെല്ലാം മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ മാത്രം അവിടെ വെച്ചിട്ട് കുറച്ചും കൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് കഴിച്ചു. കട്ട് ചെയ്ത് കഴിക്കാനും മാത്രം എണ്ണ ഇല്ലാണ്ട് ചുരുട്ടി അങ്ങ് കഴിച്ചത്. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ? കൈ കഴുകി വന്നതിൽ ഒരു ഇത്തിരി ചോറ് അധികം വന്നായിരുന്നു. പിന്നെ മാറ്റിവെച്ച കറിയും 2-3 ചിക്കനും കൂടെ പറക്കിയിട്ട് ഇത്തിരി സാലഡും കൂടെ ഒഴിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്നത് ഭയങ്കര മടിയാണ്. പിന്നെ കഴിക്കാതിരിക്കുന്ന ദോശ വേണ്ട, എന്തെങ്കിലും ഒന്ന് കഴിക്കും. അപ്പോഴത്തേക്ക് മറ്റേ ഫ്രീസറിൽ ഇരുന്ന് ആ മുന്തിരി ജ്യൂസ് ഒന്ന് ആറി വന്നായിരുന്നു. പിന്നെ അതുകൂടെ കുടിച്ചിട്ട് ഗാലക്സിയുടെ ഒരു ചോക്ലേറ്റും കൂടെ എടുത്ത് കഴിച്ചു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാലോ എന്ന് വിചാരിച്ച് രാത്രി ഫ്രിഡ്ജ് വെച്ച് മറന്നുപോയ ചോക്ലേറ്റ് സിറപ്പ് അല്ല, ഫ്രീസ് ചായ. അത് പിന്നെ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു മൂസമ്പി എടുത്ത് കഴിച്ചു. ഒത്തിരി വേണ്ടായിരുന്നു, ഒരു ഇത്തിരിയെ കഴിച്ചോളൂ. പിന്നെ എല്ലാരും കുടിച്ചിട്ട് ബാലൻസ് ഒരു ഇത്തിരി അധികം വന്നിരുന്ന മുന്തിരി ജ്യൂസും എടുത്ത് കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ ഒരു ബോക്സ് തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു, ഒത്തിരി വേണ്ടായിരുന്നു. അതുകൊണ്ട് 1 ഗ്ലാസ് തണ്ണിമത്തങ്ങ ഒരു ഇത്തിരി കഴിച്ചു. പിന്നെ പൊരി ഇരിപ്പുണ്ടായിരുന്നു, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അതും കൂടെ കഴിച്ചു. ഒത്തിരി വേണ്ടായിരുന്നു. പിന്നൊന്നും ഇല്ലായിരുന്നു, ഒരു ഏത്തക്കയും കൂടെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല.